വേനൽ ചൂടിൽ ഉരുകുന്ന അമേരിക്കൻ നഗരങ്ങൾ ഇപ്പോൾ കടുത്തൊരു പ്രതിസന്ധി നേരിടുകയാണ്. എവിടെയും കുന്നുകൂടിയ മാലിന്യം. തെരുവുകളിലും വഴിയോരങ്ങളിലും മാലിന്യ സഞ്ചികൾ കൂമ്പാരമായി കിടന്ന് ദുർഗന്ധം വമിക്കുകയും വിഷപ്പുക പുറത്തുവിടുകയും ചെയ്യുന്നത് ഈ വേനൽക്കാലത്ത് ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. ഈ ദുരന്തത്തിന് കാരണം രാജ്യത്തുടനീളം വലിയ തോതിൽ മാലിന്യ സംസ്കരണ കരാറുകളുള്ള പ്രമുഖ സ്വകാര്യ കമ്പനിയായ റിപ്പബ്ലിക് സർവീസിലെ ജീവനക്കാർ ആരംഭിച്ച പണിമുടക്കാണ്. ഏകദേശം 3 ആഴ്ച മുമ്പ് ആരംഭിച്ച ഈ പണിമുടക്ക് മാലിന്യം ശേഖരിക്കാൻ ജീവനക്കാർ വിസമ്മതിച്ചതോടെ അമേരിക്കൻ നഗരങ്ങളെ മാലിന്യത്തിൽ മുക്കി. റിപ്പബ്ലിക് സർവീസിലെ തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ടീംസ്റ്റേഴ്സ് യൂണിയൻ ഉയർത്തുന്ന പ്രധാന ആവശ്യം തങ്ങൾക്ക് മറ്റ് ശുചീകരണ തൊഴിലാളികളെക്കാൾ വളരെ കുറഞ്ഞ വേതനവും മോശമായ ആനുകൂല്യങ്ങളുമാണ് ലഭിക്കുന്നതെന്നാണ്. നിലവിലെ ജീവിത ചെലവ് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിൽ ലഭിക്കുന്ന വേതനം കൊണ്ട് കുടുംബം പുലർത്താനോ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനോ സാധിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നുമുണ്ട്. ജീവിത ചെലവ് വളരെ കൂടുതലാണെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്ന തുക കൊണ്ട് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും ഒരു തൊഴിലാളി തന്നെ തുറന്നു പറഞ്ഞു.